സിദ്ദിഖിന്റെ രാജിയെക്കുറിച്ച് ഒന്നും പറയാനില്ല. സ്ത്രീകൾക്ക് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. മുകേഷ് കഴിഞ്ഞുള്ള തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ മുകേഷിനെതിരെയും ഒരു ആരോപണം വന്നിട്ടുണ്ട്. മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിംഗിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി. ഒടുവിൽ അതിലെ അധികൃതർ ഇടപെട്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് ടെസ് ജോസഫിന്റെ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. I was 20 years old, quiz directing Kodishwaran when the Mallu host Mukesh Kumar called my room multiple times and then changed my room to beside his own in the next schedule. My then boss Derek O'Brien spoke to me for an hour and got me out on the next flight. 19 years on. Thank you Derek എന്ന് പറഞ്ഞാണ് ഈ ആദ്യം സിദ്ദിഖ് വന്ന് ഒരു പ്രസ് മീറ്റ് നടത്തി. ഇപ്പൊ രാജിവെക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ മുകേഷ് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. മുകേഷിനെതിരെ ആരോപണം വന്നു. ഇനിയിപ്പോൾ അടുത്തത് മോഹൻലാലിന്റെ പ്രസ് മീറ്റ് വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ മോഹൻലാലിനെതിരെ വരുള്ളൂ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഹേമ കമ്മിറ്റി വന്നതോടുകൂടി മലയാള സിനിമയിലെ നടന്മാരാരാണ് വില്ലന്മാരാരാണ് എന്നൊക്കെ നമുക്ക്